തൃശൂരിലെ കെ മുരളീധരന്റെ പരാജയം കെ.പി.സി.സി. ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലി തർക്കം. മുരളീധരൻ ചതിക്കപ്പെട്ടെന്നാണ് ഉപസമിതിയുടെ കണ്ടെത്തൽ. നഷ്ടപ്പെട്ട ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കാൻ ടി.എൻ. പ്രതാപനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഒളിയമ്പുമായി കെ മുരളീധരനും രംഗത്തെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായിട്ടും തൃശൂരിൽ കെ മുരളീധരൻ തോറ്റു. കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ സിറ്റിംഗ് MP ആയിരുന്ന ടി.എൻ. പ്രതാപൻ, DCC അധ്യക്ഷനായിരുന്ന ജോസ് വെള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാണ് ഉപസമിതി അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള തർക്കം. റിപ്പോർട്ട് വ്യാജമാണെന്നാണ് ആരോപണ വിധേയർ പറയുന്നത്. പക്ഷേ കെ മുരളീധരൻ റിപ്പോർട്ടിനെ തള്ളിപ്പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഒളിയമ്പ് മുഴുവൻ ആരോപണ വിധേയർക്ക് എതിരാണ്. ഏതായാലും നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചു പിടിക്കണം. അതിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, പ്രതാപൻ തന്നെ മത്സരിച്ചാൽ മാത്രമേ അത് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. അത് പാർട്ടിയുടെ സമയമാകുമ്പോൾ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, കാരണം 4.5 കൊല്ലമുണ്ട്. അന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്, എന്തിനാണ് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പരാതിക്കാരനല്ല. ഞാൻ പറഞ്ഞല്ലോ, പരാതി എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന് മറ്റാരെയും തലയിൽ കുറ്റം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണം വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടാതിരുന്നത്. മാത്രമല്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടിലും നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അത് തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വമാണ്. പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. അത് അവർ തീരുമാനിക്കട്ടെ എന്താണ് സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ. ഞാൻ അതിലൊരു കക്ഷിയായിട്ട് ചേരില്ല. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.